മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, കുറച്ച് നാരങ്ങ, ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുറിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂട് പാനിലേക്ക് മാറ്റി വെച്ച മീൻ കഷ്ണങ്ങളൊക്കെ പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. ഈ മീനെല്ലാം ഒന്ന് വറുത്ത് പോയി മാറ്റി വെക്കാം. ഇത് ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ബിരിയാണിക്ക് അതാണ് ടേസ്റ്റ്. വെച്ച പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോട് ആഡ് ചെയ്തിട്ട് ഉള്ളിയും തക്കാളി അതെല്ലാം വഴറ്റിയെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, പുതിന ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. മൂടി തുറന്ന് നോക്കിയിട്ട് കുറച്ച് മീനെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഇതിലേക്ക് നമ്മൾ റേഷനരി ഇട്ട് കൊടുക്കാം. ആദ്യം വേവിച്ച റേഷനരിയാണ്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് നെയ്യും അതിന് മേലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചൊരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ബിരിയാണി റെഡി. നമുക്ക് ഇനി അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം.